ഫെബ്രുവരി 25-ാം തീയതി നമ്മുടെ വിഴിഞ്ഞം പാരിപ്പണിക്ക് പോയിട്ട് വന്ന ഒരു വള്ളത്തിലെ മീനാണ് നമ്മൾ ഈ കാണുന്നത്. ഈ മീനിനെ നമ്മുടെ വിഴിഞ്ഞത്ത് പറയുന്നത് കണ്ണുതള്ളി കലവ എന്നാണ് പറയുന്നത്. അപ്പോൾ കലവ വർഗ്ഗങ്ങൾ പല വെറൈറ്റികളുണ്ട്. നമ്മൾ പല വീഡിയോയും ചെയ്തിട്ടുണ്ട്. എത്ര ഐറ്റം കലവ ഉണ്ടോ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ പുതുതായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇത് 1700 രൂപ കൊടുത്ത് ഒരാൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2000 രൂപയെങ്കിലും കൊടുക്കേണ്ടി വരുമെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അയാൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇല്ല, 1700-ന് എനിക്ക് കിട്ടി. അപ്പോൾ വേറെ വള്ളം പണിക്കൊക്കെ പോയിട്ട് വന്ന ആൾക്കാർ പറയുന്നതെന്ന് പറഞ്ഞാൽ നല്ല ലാഭമാണല്ലോ എന്നാണ് അവർ പറയുന്നത്. ആ മീൻ വന്നിട്ട് ഏകദേശം ഒരു 5 kg ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 4-4.5 kg ഒക്കെ വെയിറ്റ് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ചേട്ടനാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ പുള്ളി അവിടെ കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ അറിയാമെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇത് 1700 രൂപയ്ക്ക് ലാഭമെന്ന് പറയാനായിട്ട് കാരണം എന്താണെന്ന് നമ്മുടെ കൂട്ടുകാർ മനസ്സിലായോ? കാരണം നമ്മുടെ വിഴിഞ്ഞം ഈ 23-ാം തീയതി കുറച്ച് മീൻ വന്നതാണ് കേട്ടോ, കുട്ടിച്ചൂര മീൻ. അത് കഴിഞ്ഞ് 24-ാം തീയതിയും ഇന്ന് 25-ാം തീയതി ആയിട്ടും നമ്മുടെ വിഴിഞ്ഞം മീനുകൾ വളരെ കുറവ് തന്നെയാണ്. അപ്പോൾ തിങ്കളാഴ്ച വന്ന മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുട്ടിച്ചൂര മീനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും മീനൊക്കെ വളരെ കുറവ്, കുട്ടിച്ചൂരയും വളരെ കുറവ് തന്നെയാണ്. ആ വള്ളക്കാരുടെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. കുട്ടിച്ചൂര പണിക്ക് പോകുന്ന വള്ളക്കാരാണെങ്കിൽ ഇവർക്ക് കുറച്ച് കുട്ടിച്ചൂരയാണ് ഇവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒന്നിൽ മട്ട് വയ്ക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർ പാരലിൽ പോയിട്ട് വേറെ ഏതെങ്കിലും മീൻ പിടിക്കാനുള്ള വഴി നോക്കും കേട്ടോ. കാരണം ഇവർ കൊണ്ടുപോകുന്ന ആ മണ്ണെണ്ണയും പെട്രോളും എല്ലാം ഇവർക്ക് നഷ്ടമാകും. അപ്പോൾ അത് ചിലവിനുള്ള കാശെങ്കിലും പിടിക്കാമല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവർ ഈ പാരും അതുപോലെ ഈ മട്ടുപണിയൊക്കെ ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ഈ 2 ദിവസമായിട്ടും നമ്മുടെ വിഴിഞ്ഞം കുട്ടിച്ചൂര ഇല്ലാത്തത് കാരണം മട്ടിന് കുറച്ച് മീനുകളുണ്ടായിരുന്നു. അതുപോലെ പാരിപ്പണിക്ക് പോയിട്ട് വന്നവർക്കും കുറച്ച് മീനുകളുണ്ടായിരുന്നു കേട്ടോ. പ്രധാനമായിട്ട് വരുന്ന മീനുകൾ നമ്മൾ സ്ഥിരം പറഞ്ഞു തരുന്ന മീൻ തന്നെയാണ്. ചേമീൻ, കലവ, തമ്പാൻ, ഇങ്ങനത്തെ കുറച്ച് വെറൈറ്റി മീനുകളാണ് വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഐറ്റം മീൻ വാങ്ങാനായിട്ട് നമ്മുടെ വിഴിഞ്ഞം വരാനിരിക്കുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഏകദേശം ഒരു 11 മണി 12 മണി കഴിഞ്ഞ് വരിക കേട്ടോ. ആ സമയമാണ് ഇതുപോലെയുള്ള വള്ളക്കാരൊക്കെ കൂട്ടമായിട്ട് വരുന്നത്. അപ്പോൾ അതിനു മുൻപ് നമുക്ക് കുട്ടിച്ചൂര ഉണ്ടെങ്കിൽ കുട്ടിച്ചൂരയ്ക്കായിരിക്കും എല്ലാ വള്ളക്കാരും പോകുന്നത്. കുട്ടിച്ചൂര ഇല്ലാത്ത പക്ഷം മാത്രമാണ് ഒരു 100-200 കിട്ടിക്കഴിഞ്ഞാൽ അവർ ഇതുപോലെ പാര് പണിക്കോ അതുപോലെ മട്ടുപണിക്കോ ഒക്കെ പോയിട്ട് അവരൊരു 12 മണിക്ക് ശേഷം വരുന്നത്. പിന്നെ പറയാനുള്ളത്, ഇപ്പോൾ നിലവിലുള്ള ഒരു അവസ്ഥ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം മാക്സിമം ഒരു 4 മണി കേട്ടോ. 4 മണി കഴിഞ്ഞാൽ ഇവിടെ മീനും ഇല്ല. അതുപോലെ ഏതെങ്കിലും വള്ളക്കാർ താമസിച്ചിട്ടാണ് കരയ്ക്ക് വരുന്നതെങ്കിൽ അവർക്ക് കുറച്ച് മീനുണ്ടെങ്കിലും ശരി തന്നെ ഇവിടെ അത് വാങ്ങാനായിട്ട് കറിക്കാരോ ഇല്ലാന്നുണ്ടെങ്കിൽ കച്ചവടക്കാരോ ഇല്ലാന്നുണ്ടെങ്കിൽ ആ മീൻ ഐസ് ചെയ്ത് വെച്ചിട്ട് ഒന്നുകിൽ ഇന്ന് രാത്രി 11 മണിക്ക് കൊടുക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ നാളെ വെളുപ്പിന് ഒന്നിൽ വിഴിഞ്ഞത്ത് കൊടുക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും മാർക്കറ്റിലോട്ട് കൊണ്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ 1700 രൂപയ്ക്ക് ഈ മീൻ ലാഭമാണോ നഷ്ടമാണോ നമ്മുടെ കൂട്ടുകാർ കമൻറ്റ് ചെയ്യണേ.